യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ ആഗ്രഹിക്കാത്തവരായി നമ്മിൽ ആരുമില്ല. രോഗത്തിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യത്തിനായി കുറുക്കുവഴി തേടി അലയുന്നവരാണ് നമ്മിൽ പലരും. പക്ഷേ താൽക്കാലികമായ ഒരാശ്വാസമല്ലാതെ അതിൽ നിന്ന് നമുക്ക് മറ്റൊന്നും ലഭിക്കാറുമില്ല. എന്നാൽ ഇന്നത്തെ ഷെമ ഇസ്രായേലിലൂടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് സൗഖ്യത്തിലേക്കുള്ള ഒരു കുറുക്കുവഴിയാണ്. അതിനായി നമ്മെ സഹായിക്കുന്നത് കാരിസ് ഭവനിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് അലക്സ് തോമസ്. ഞാൻ ചെറുവണ്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയും ചേട്ടനും എല്ലാ ശനിയാഴ്ചയും ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാൻ നേർന്നതിൻ്റെ ഫലമായി എൻ്റെ അനിയത്തിക്ക് ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ലഭിക്കുകയും എനിക്ക് കഴിഞ്ഞ മാസം നടന്ന ഒരു എക്സാമിന് നല്ല വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഈശോ ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിനും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, ഷെമ ഇസ്രായേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കുറുക്കുവഴികളെക്കുറിച്ചാണ്. സൗഖ്യമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളിലേക്കുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കേണ്ട സത്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ്ലീഹായുടെ ശരീരത്തിൽ ഒരു മുള്ളുണ്ടായിരുന്നുവെന്നും ആ മുള്ളു മാറിപ്പോകാൻ ഞാൻ 3 തവണ കർത്താവിനോട് കേണപേക്ഷിച്ചുവെന്നും, എന്നാൽ നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ് കർത്താവ് പൗലോസ്ലീഹായെ നിരുത്സാഹപ്പെടുത്തിയെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിലും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. പല വിധത്തിലുള്ള കുറവുകളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് മാത്രം. ഈ എൻ്റെ കുറവ് ഒരു പക്ഷേ എൻ്റെ കൂടെ ജീവിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവില്ല. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കുറവുകളെ പരമാവധി മാറ്റിയും വിശുദ്ധിയിൽ ദൈവത്തിൽ വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കുറവുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതെന്തുമായിക്കോട്ടെ, ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകളായിരിക്കാം, ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അതുമല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങളിലെ കുറവുകളാവാം, രോഗാവസ്ഥകളാവാം. അതൊക്കെ പരസ്പരം മനസ്സിലാക്കി ഈ ലോകത്തുള്ള എല്ലാവരും ഒന്നു ചേർന്ന് സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. അതിനു പകരം നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മതിൽക്കെട്ടിനുള്ളിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും അതിനുള്ളിൽ നമ്മുടെ റൂമുകളിലേക്കും അതിനുള്ളിൽ നമ്മളും നമ്മുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കുമൊക്കെ ഒതുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും പലരുടെയും ദുഃഖങ്ങൾ ജീവിതാവസാനം വരെ ദുഃഖമായി തുടരുന്നത്. ഉദാഹരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മദർ തെരേസയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനവും ഒക്കെ നമ്മൾ ഒരുപാട് ആഘോഷിച്ചു. വിശുദ്ധ മദർ തെരേസ എന്ന വ്യക്തി
ലൊറേറ്റോ കോൺവെൻറ്റിലായിരുന്നപ്പോൾ നല്ല മനോഹരമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുകയും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴാണ് മദർ തെരേസ തെരുവീതികളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയും കുഷ്ഠരോഗികളെയും പാവപ്പെട്ടവരെയും ദരിദ്രരെയും ഒക്കെ കാണുന്നത്. അത് കാണുന്ന മദർ തെരേസയുടെ കണ്ണുകൾ തുറന്നു. അവരുടെ ശബ്ദം കേട്ടിട്ട്, ദീനരോധനം കേട്ട മദർ തെരേസയുടെ ചെവികൾ തുറന്നു, അവളുടെ ഹൃദയം തുറന്നു. അപ്പോൾ അവളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. അവളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. നിൻ്റെ സഹോദരങ്ങൾ തെരുവീതികളിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ നിനക്കെങ്ങനെ ഇങ്ങനെ സുഖത്തിലും സന്തോഷത്തിലുമൊക്കെ കഴിയാൻ പറ്റും? ആ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ലൊറേറ്റോ കോൺവെൻറ്റിലെ ചില പരിമിതമായ സുഖങ്ങളാണെങ്കിൽ പോലും ആ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് മദർ തെരേസ തെരുവീതിയിലേക്ക് ഇറങ്ങുകയാണ്, അവരിലൊരാളായിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് ഒന്നിൻ്റെയും കുറവില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയുന്നത് പോലെ there is everything in this world for the need of all human beings and not for the greed. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആവശ്യമായ എല്ലാ വസ്തുക്കളും ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അത് ചിലരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും ഈ ലോകത്തിൽ തികയാതെ വരുന്നു. ഒരുപാട് പാവപ്പെട്ടവർ ഈ ലോകത്തിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ കണ്ണുകൾ തുറക്കണം, നമ്മുടെ കാതുകൾ തുറക്കണം, നമ്മുടെ ഹൃദയങ്ങൾ തുറക്കണം. നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ഹൃദയങ്ങളും അടച്ചു വെച്ചിരിക്കുന്ന കാതുകളും അടച്ചു വെച്ചിരിക്കുന്ന കണ്ണുകളും തുറക്കണം. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ കതകുകൾ അടച്ച് നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ കഥകൾ അടച്ച് ഒരുമിച്ച്, അല്ലെങ്കിൽ കഥകൾ അടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രവൃത്തി പരസ്യമായി മാറണം. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിനാൽ തന്നെ നിർജ്ജീവമാണെന്ന് അപ്പസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിനാൽ തന്നെ നിർജ്ജീവമാണ്. ആ വിശ്വാസത്തിന് പ്രസക്തിയില്ല. വിശ്വാസം പ്രവൃത്തികളിലേക്ക് നയിക്കണം. നീ അറിഞ്ഞ ക്രിസ്തു മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ നിന്റെ പ്രവൃത്തികൾ കാരണമാകണം. ഈശോ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ മറ്റുള്ളവരിലെ മഹത്വപ്പെടുകയും സ്വർഗീയ പിതാവിനെ മറ്റുള്ളവർ അറിയുകയും ചെയ്യണം. യേശു 3 വർഷത്തെ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തൻ്റെ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുത്തതുപോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്വഭാവം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഹിതം. എനിക്ക് തോന്നുന്നു കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുമെന്ന് ഈശോ പറയുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നത് വചനത്താലുള്ള സുവിശേഷ പ്രഘോഷണം മാത്രമല്ല, പിന്നെയോ എൻ്റെ പ്രവൃത്തി, എന്നെ കാണുന്നവർ, എൻ്റെ പ്രവൃത്തികൾ ആസ്വദിക്കുന്നവർ യേശുവിനെ കാണണം, എന്നിലൂടെ യേശുവിൻ്റെ കണ്ണുകൾ കാണണം, എന്നിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അവർ തിരിച്ചറിയണം. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 13, 14, 15 വചനങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 25-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു അതിപ്രധാനപ്പെട്ട വചനഭാഗമുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 14, 15 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കുമെന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായം 9, 10 വചനങ്ങളെ ഈശോ വീണ്ടും ഒന്നുകൂടി എടുത്ത് ആവർത്തിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 25-ാമത്തെ അധ്യായത്തിലേക്ക്, അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകമാണ്. അപ്പസ്തോലന്മാർ അവരുടെ സുവിശേഷ പ്രഘോഷണത്തിൽ കടന്നുപോയ വഴികളൊക്കെയാണ്. അതിൻ്റെ അവസാന അധ്യായത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹയാണ് ഈ ഒരു ഭാഗം വീണ്ടും യേശുവിനെ ഉദ്ധരിച്ച്, യെശയ്യായെ ഉദ്ധരിച്ച് എടുത്തുപയോഗിക്കുന്നത്. അവിടെ വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത്: നീ പോയി ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കുമെന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണുമെന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും
കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 ഭാഗങ്ങളിലൂടെയും ഒപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ വീണ്ടും ആവർത്തിക്കുന്നതിലൂടെയും ഒക്കെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളിലേക്ക് ഒരു സന്ദേശം നൽകുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. മ്ലേച്ഛതയുടെ ഒരു ലോകം തന്നെ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കണ്ണിന് ആകർഷകമായ പലതുമുണ്ട്. ആകർഷകമായ പലതും ഒരുക്കി സാത്താൻ എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ദൈവം പറഞ്ഞിരിക്കുന്നതിൽ നിന്നുമൊക്കെ അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് മ്ലേച്ഛതകളുടെ ലോകം. നമ്മൾ എന്താണ് കാണുന്നത്? കർത്താവ് പറയുന്നു, വചനം പഠിപ്പിക്കുന്നു, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. ശരീരത്തിൻ്റെ വിളക്കായ കണ്ണ് അത് പ്രകാശിക്കുന്നില്ലെങ്കിൽ നിന്റെ ശരീരമോ നിന്റെ ജീവിതമോ പ്രകാശിക്കില്ല. കണ്ണ് ഇരുട്ടതായി പോയാൽ നിന്റെ ജീവിതം ഇരുണ്ടതായി പോവും. അതുകൊണ്ട് പലതും നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കാണേണ്ടതായ അല്ലാത്തത് മറ്റ് പലതും കാണുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മോശമായ കാഴ്ചകൾ, മ്ലേച്ഛമായ കാഴ്ചകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തെ ഒക്കെ ഹൃദയം മന്ദീഭവിപ്പിക്കുന്ന കാഴ്ചകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ കണ്ണുകൾ അടയ്ക്കാൻ തയ്യാറാകണം. ഈശോ പഠിപ്പിക്കുന്നു, നിൻ്റെ കണ്ണ് നിനക്ക് പാപത്തിന് കാരണമാകുന്നെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക. കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക എന്ന് പറയുന്നത് കണ്ണെടുത്ത് ഉപേക്ഷിച്ച് കളയാൻ വേണ്ടിയല്ല. പിന്നെയോ നിൻ്റെ കണ്ണടയ്ക്കുവാൻ, ചിലതിനോടൊക്കെ കണ്ണടയ്ക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. പലപ്പോഴും പലരുടെയും ഒക്കെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നത് കണ്ണിലൂടെയാണ്. ആദിമാതാവായ ഹവ്വയിലേക്ക് പാപം കടന്നു വന്നത്, ആദത്തിലേക്ക് പാപം കടന്നു വന്നത് കണ്ണുകളിലൂടെയാണ്. ദൈവം നിഷേധിച്ചിരുന്ന, ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആ പഴം, ആ വൃക്ഷത്തിൻ്റെ പഴം സർപ്പം കാഴ്ചയിലൂടെ ആകർഷകമാണെന്ന് തോന്നുന്ന രീതിയിൽ ഹവ്വയുടെ മുമ്പിൽ കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, എൻ്റെ നിങ്ങളുടെ ഈ കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, ദൈവം അനുവദിക്കാത്ത, ദൈവം നമ്മൾ പോകരുതെന്ന് ആഗ്രഹിക്കുന്ന പല വഴികളിലൂടെയും ഈ ലോകം പിശാച് നമ്മളെ നയിച്ചെന്ന് വരും. അതുകൊണ്ട് കണ്ണുകൾ തുറന്നു പിടിക്കുക. പക്ഷെ അതേസമയം മോശമായ, ദൈവം അനുവദിക്കാത്ത കാര്യങ്ങളോട് കണ്ണടയ്ക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. പക്ഷെ പലരുടെയും കണ്ണുകൾ പല മ്ലേച്ഛതകളിലേക്കും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഇഷ്ടങ്ങളിലേക്കും തുറന്നായിരിക്കുന്നത്. അതിലൂടെ കടന്നു വരുന്ന പാപങ്ങൾ, ആ പാപം നമ്മളെ കീഴ്പ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിലൂടെ കടന്നു വരുന്ന തെറ്റുകൾ പലപ്പോഴും നമ്മുടെ ഹൃദയം മന്ദീഭവിപ്പിക്കും. ചില പാപങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന വ്യക്തികൾ പിന്നീട് അത് പാപമല്ലാതായി മാറുന്നു. അതൊന്നും ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് ഹൃദയം മന്ദീഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് കർത്താവിന് കടന്നു വരിക സാധ്യമല്ല. അതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മോശമായ കാര്യങ്ങൾ കാണുന്നവരുണ്ട്. അതിൽ നിന്നും കണ്ണിനെ പിൻവലിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നല്ലത് ചിലത് കാണാനായിട്ട് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ചില ആളുകളുടെ നന്മ പ്രവൃത്തികൾ, ഈ ലോകത്ത് ഒരുപാട് നന്മയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. തിന്മയേക്കാൾ ഉപരി നന്മയുണ്ട്, തിന്മയേക്കാൾ കൂടുതൽ നന്മ ഈ ലോകത്തുണ്ട്. കാരണം ഈ ലോകം ഇന്നും ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവമാണ് പരിപാലിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. ആളുകൾ മാത്രമല്ല, ഈ ലോകത്തിന് ഒരുപാട് നന്മയുണ്ട്. നന്മകളെ കാണാൻ ശ്രമിക്കണം, നന്മകളെ പരിപോഷിപ്പിക്കണം, നന്മകളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്, തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ തിന്മകളെടുത്ത് ഇങ്ങനെ മൊത്തത്തിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്മ കാണാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നന്മയെ കാണുവാനും നന്മയെ പരിപോഷിപ്പിക്കുവാനും സാധിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും, പക്ഷേ അതൊന്നും നിങ്ങൾ മനസ്സിലാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുന്നത്, നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കും, എന്നാൽ കേൾക്കുകയില്ല, എന്നാൽ ശ്രവിക്കുകയില്ല. പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. ഇന്ന് മോശമായ ഒരുപാട് കേൾക്കാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ ചെവികൾക്ക് ഇമ്പകരമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഇമ്പകരമായിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഒക്കെ കേൾക്കുവാനായിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷേ അതുപോലെ തന്നെ മോശമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ലോകത്തുമുണ്ട്. പാപത്തിൻ്റെ പല വഴികളും കടന്നു വരുന്നത് ഈ സംസാരത്തിലൂടെയാണ്. ആദിമാതാവായ ഹവ്വയ്ക്ക് പാപം കടന്നു വന്ന മറ്റൊരു വഴിയാണ് കേൾവി. സർപ്പത്തെ കേട്ടു, ദൈവത്തെ കേൾക്കുന്നതിന് പകരം പിശാചിൻ്റെ പ്രതിനിധിയുടെ ശബ്ദം കേൾക്കുകയാണ്.
ഇന്ന് ഈ ലോകത്തിൻ്റെ നമ്മുടെ ചെറുപ്പക്കാരും മക്കളും കുഞ്ഞുമക്കളും യുവജനങ്ങളും പ്രായമായവരുമൊക്കെ നടക്കുമ്പോൾ പല വാക്കുകളും നമ്മൾ കേൾക്കുന്നത് മോശമായ പദങ്ങളാണ്. നമ്മളെ വളർത്തുന്നതല്ല, നമ്മളെ തളർത്തുകയും നമ്മളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെതിരായി, നന്മയ്ക്കെതിരായി നിൽക്കുന്ന വാക്കുകൾ. അത്തരം വാക്കുകളോട് നമ്മൾ നോ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. മോശമായ പദങ്ങൾ, മോശമായ വാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഏഷണികൾ, അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ശീലങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള നാവിനെ നിയന്ത്രിക്കണം. ഒപ്പം അങ്ങനെയുള്ള കേൾവികൾ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള പരിസരത്തു നിന്ന് മാറി നിൽക്കണം. ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് തള്ളിപ്പറയുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആർക്കും ഗുണമുണ്ടാകുന്നില്ല. യേശു പറയുന്നു, നിനക്ക് നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ നീയും അവനും മാത്രമുള്ളപ്പോൾ അവനെ അത് തിരുത്തി കൊടുക്കുക, അവന് പറഞ്ഞു കൊടുക്കുക, സഹോദര നിനക്ക് നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതാണ് ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യേണ്ടതിന് പകരം കുറ്റപ്പെടുത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കാതെ പോകുന്ന, നമ്മുടെ ചെവി കേൾക്കാതെ പോകുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. ചില നന്മ പ്രവൃത്തികൾ, ചില ആളുകളുടെ നിലവിളികൾ, ചില ആളുകളുടെ കണ്ണുനീര്, ചില ആളുകളുടെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ചില ആളുകളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാതെ പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരു ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ ഒരു ധനവാൻ, ആ ധനവാൻ്റെ വീട്ടുപടിക്കൽ കിടക്കുന്ന ലാസർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യനെ കാണാനോ കേൾക്കാനോ ഈ ധനവാന് സാധിക്കുന്നില്ല. അവൻ തൊട്ടുമുറ്റത്താണ് കിടക്കുന്നതെങ്കിലും സാധിക്കുന്നില്ല. കാരണം അവൻ്റെ സമ്പത്തിൻ്റെ ഉന്നതിയിൽ, അല്ലെങ്കിൽ അവൻ്റെ അഹങ്കാരത്തിൻ്റെ ലോകത്ത്, അവൻ്റെ ഇഷ്ടങ്ങളുടെ ലോകത്ത്, അവൻ്റെ സമൃദ്ധിയുടെ ലോകത്ത് അവൻ മുഴുകി മുന്നോട്ട് പോകുമ്പോൾ തൊട്ടുമുറ്റത്ത് കിടക്കുന്ന സഹോദരനെ കേൾക്കാനോ കാണാനോ പറ്റാതെ പോകുന്ന അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവാം. നമ്മുടെ ഈ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിൻ്റെ വീട്ടുമുറ്റത്ത്, നിൻ്റെ പടിക്ക് പുറത്ത്, അല്ലെങ്കിൽ നിൻ്റെ കൺമുൻപിൽ ഏതെങ്കിലും വ്യക്തിയുടെ കരച്ചിലോ കണ്ണുനീരോ കേൾക്കാതെയോ കാണാതെയോ ഒക്കെ നീ പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ തടസ്സമായിട്ടത് മാറും. കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെട്ട്, അതാണ് കർത്താവ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം. ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അതനുസരിച്ച് നിൻ്റെ ഹൃദയത്തെ പരുവപ്പെടുത്തണം. മറ്റുള്ളവരിലേക്ക് സഹായമായിട്ട് കടന്നു ചെല്ലാൻ പറ്റണം. ഒപ്പം മാനസാന്തരത്തിലേക്ക് നയിക്കണം. നിൻ്റെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിയണം. ഞാൻ ഈ കേൾക്കുന്ന വചനം, ഞാൻ കാണുന്ന വചനം, ഞാൻ മനസ്സിലാക്കുന്ന വചനം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ അനുഭവങ്ങൾ, ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തെ പരുവപ്പെടുത്തണം. അതനുസരിച്ച് തീരുമാനമെടുക്കണം. നന്മ ചെയ്യാൻ തീരുമാനമെടുക്കണം. പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. മദ്യപാനം തെറ്റാണ്, മയക്കുമരുന്ന് പാപമാണ്, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതല്ല, തിന്മയുടെ പ്രതിഫലനമാണതൊക്കെ. തിന്മയിലേക്ക് നയിക്കുന്നതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് സാധിക്കണം. ഈ വചനം കേട്ട് അതനുസരിച്ച് ജീവിതത്തിൽ മാനസാന്തരം വരുത്തണം. മാനസാന്തരം വരുത്തുന്ന വ്യക്തിക്കാണ് നാലാമത് കർത്താവ് പറയുന്നു രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ലഭിക്കുക. ദൈവാനുഗ്രഹത്തിലേക്കുള്ള കുറുക്കു വഴികൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുക. അപ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തീരുമാനമെടുക്കാം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ സ്പർശിക്കാത്തതിന് കാരണം, ദൈവാനുഗ്രഹം നമുക്ക് കിട്ടാതെ പോകുന്നതിന് കാരണം, നമ്മൾ കാണുന്നത് പലതും ശ്രദ്ധിക്കാതെ പോകുന്നു, നമ്മൾ കേൾക്കുന്നത് പലതും ശ്രദ്ധിക്കാതെ പോകുന്നു, കാണേണ്ടാത്തത് പലതും കാണുന്നു, കേൾക്കേണ്ടാത്തത് പലതും കേൾക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനവും സംഭവിക്കുന്നില്ല. മാനസാന്തരം അതനുസരിച്ചുണ്ടാകുന്നില്ല. നന്മ ചെയ്യേണ്ടിടത്ത് നന്മ ചെയ്യുന്നില്ല, തിന്മ ചെയ്യരുതാത്തിടത്ത് തിന്മ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ പരിവർത്തനം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവം പഠിപ്പിക്കുകയാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകെ പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്റെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിലേക്ക് തിരിയാം, അനുരഞ്ജനപ്പെടാം, അനുതപിക്കാം. എന്നിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ദൈവാനുഗ്രഹം സ്വന്തമാക്കി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് മുന്നോട്ട് ജീവിക്കാം. നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് ഹൃദയം തുറന്ന് അനുദപിക്കുകയും നമ്മുടെ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരെ കേൾക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.
പ്രിയമുള്ളവരെ, ക്ഷേമ ഇസ്രായേൽ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങളിലേക്കുള്ള കുറുക്കുവഴികൾ എന്തൊക്കെയാണ്? കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്താൽ ഏത് ജീവിതത്തിലും സൗഖ്യം എന്ന് പറയുന്ന ദൈവം നൽകുന്ന അത്ഭുതങ്ങൾ സാധ്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ അന്ധമാണെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല, ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ കാതുകൾ ബധിരമാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല, കർത്താവിനെ കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയം അത് പാറ പോലെ കഠിനമാണെങ്കിൽ ഒരിക്കലും ആ ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റില്ല, ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. സൗഖ്യത്തിലേക്കുള്ള കുറുക്കുവഴി അതാണ്. ഒരു നിമിഷം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിൻ്റെ കണ്ണുകൾ ഏറ്റവും വികലമായ രീതിയിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ, ഏറ്റവും മോശമായ കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളെങ്കിൽ, നെഗറ്റീവുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമേ കാണാൻ പറ്റുന്നുള്ളെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കണ്ണിനെ കഴുകി വിശുദ്ധീകരിക്കണം. കർത്താവിനോട് നമുക്ക് ആവശ്യപ്പെടാം. കർത്താവെ, മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കാണാൻ പറ്റുന്ന എൻ്റെ കണ്ണിനെ അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ ചെവികൾ കുറ്റം കേൾക്കുവാനും കുറവുകൾ കേൾക്കുവാനും മോശമായത് കേൾക്കുവാനും ഒക്കെ മാത്രം നമ്മുടെ ചെവികളെ നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ ചെവികളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ കാതിനെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനം പ്രവേശിക്കേണ്ട, നല്ലത് പ്രവേശിക്കേണ്ട എൻ്റെ കാതിനെ മോശമായത് വഴി ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധീകരിച്ച് ആ കാതുകളെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. ഒപ്പം കർത്താവെ, എൻ്റെ പാപപ്രവൃത്തികൾ മൂലം, എൻ്റെ ദുശീലങ്ങൾ മൂലം, എൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം എൻ്റെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുറിവുകൾ മൂലം എൻ്റെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ, കഠിനമായ ഹൃദയത്തെ അങ്ങ് മഞ്ഞ പോലെ വെണ്മയുള്ളതാക്കി മാറ്റണമേ. കഠിനമായ ഹൃദയത്തെ അങ്ങ് ഏറ്റവും നേർത്തതാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നമ്മുടെ ഹൃദയത്തെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഒരു പരിപൂർണ്ണ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, കണ്ണുകൾ തുറക്കുന്ന കർത്താവേ, അന്ധരുടെ കണ്ണുകൾ തുറന്ന കർത്താവേ, ഞങ്ങൾക്ക് നല്ലത് കാണുവാനുള്ള ശക്തി നൽകണമേ. നല്ലത് മാത്രം കാണുവാനുള്ള ശക്തി നൽകണമേ. എല്ലാ മോശമായതും മ്ലേച്ഛമായതും അത് കടന്നു വന്നതിലൂടെ കടന്നു വന്ന എല്ലാ അന്ധകാര ബന്ധനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ കാതുകളെ വിശുദ്ധമാക്കണമേ. വിശുദ്ധമായവ കേൾക്കുവാൻ സജ്ജീകരിക്കണമേ. മോശമായ കാര്യങ്ങൾ കടന്നു വന്ന ഞങ്ങളുടെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. യേശുനാമത്തിൽ എല്ലാ കാതുകളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹൃദയങ്ങളെ കർത്താവെ സമർപ്പിക്കുന്നു. നല്ല ഹൃദയമാക്കി മാറ്റണമേ. കർത്താവെ, അങ്ങയുടെ ഹൃദയം പോലെ എളിമയുള്ള സ്നേഹമുള്ള ഹൃദയമാക്കി മാറ്റണമേ. കാഠിന്യമുള്ള ഹൃദയങ്ങളെ കർത്താവെ ഈ സമയം മയപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലും വിശുദ്ധീകരണവും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സൗഖ്യത്തെ, നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അത്ഭുതത്തെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. ഏത് മേഖലയിലാണ് കർത്താവ് നിന്നെ തൊടേണ്ടത്? ഏത് മേഖലയിലാണ് കർത്താവ് ഒരു തടസ്സമെടുത്ത് മാറ്റേണ്ടത്? ഏത് മേഖലയിലാണ് കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്യേണ്ടത്? ആ മേഖലയെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. ആ മേഖലയെ സമർപ്പിക്കുക. എത്ര കാഠിന്യമുള്ള മേഖലയാണെങ്കിലും ഈ നിമിഷം കർത്താവ് അവിടെ സൗഖ്യവും വിടുതലും നൽകുകയാണ്. വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരോട് കൂടെ കർത്താവിൻ്റെ അടയാളങ്ങളുണ്ടാവും. നിങ്ങൾ സാക്ഷ്യം നൽകാൻ തക്ക വിധത്തിൽ കർത്താവ് നിങ്ങളെ ഒരുക്കും. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മേഖലയെ സമർപ്പിക്കട്ടെ. ഈശോയെ, മക്കളെ അനുഗ്രഹിക്കണമേ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ആശീർവാദം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കും സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ മരണേ,